എഡ്യൂക്കേഷൻ അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കേരള PSCയുടെ വരുന്ന പരീക്ഷകൾക്കായിട്ട് തയ്യാറാക്കിയ പ്രധാനപ്പെട്ട 50 ചോദ്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ നോക്കുന്നത്. ചോദ്യങ്ങളിലേക്ക് കടക്കാം. ലോറസ് പുരസ്കാരം നേടുന്ന ആദ്യത്തെ ഇന്ത്യൻ കായിക താരം. ലോറസ് പുരസ്കാരം നേടുന്ന ആദ്യത്തെ ഇന്ത്യൻ കായിക താരം സച്ചിൻ ടെണ്ടുൽക്കർ. സച്ചിൻ ടെണ്ടുൽക്കർ ആണ് ലോറസ് പുരസ്കാരം നേടുന്ന ആദ്യത്തെ ഇന്ത്യൻ കായിക താരം. ജ്വലന പ്രക്രിയയിൽ ഓക്സിജന്റെ പങ്ക് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ. ജ്വലന പ്രക്രിയയിൽ ഓക്സിജന്റെ പങ്ക് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ലാവോസിയ. ലാവോസിയയാണ് ജ്വലന പ്രക്രിയയിൽ ഓക്സിജന്റെ പങ്ക് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ. ഹൈഡ്രജന്റെ ഏത് ഐസോട്ടോപ്പാണ് ആണവ നിലയങ്ങളിൽ ഉപയോഗിക്കുന്നത്? ഹൈഡ്രജന്റെ ഏത് ഐസോട്ടോപ്പാണ് ആണവ നിലയങ്ങളിൽ ഉപയോഗിക്കുന്നത്? ഡ്യൂറ്റീരിയം. ഹൈഡ്രജന്റെ ഐസോട്ടോപ്പായ ഡ്യൂറ്റീരിയമാണ് ആണവ നിലയങ്ങളിൽ ഉപയോഗിക്കുന്നത്. പഴങ്ങളിൽ അടങ്ങിയിരിക്കുന്ന പഞ്ചസാരയായ ഫ്രക്ടോസിൻ്റെ മറ്റൊരു പേര്. പഴങ്ങളിൽ അടങ്ങിയിരിക്കുന്ന പഞ്ചസാരയാണ് ഫ്രക്ടോസ്. ഫ്രക്ടോസിൻ്റെ മറ്റൊരു പേര് ലെവുലോസ്. ലെവുലോസ് എന്നാണ് പഴങ്ങളിൽ അടങ്ങിയിരിക്കുന്ന പഞ്ചസാരയായ ഫ്രക്ടോസിൻ്റെ മറ്റൊരു പേര്. നോൺ സ്റ്റിക്ക് പാത്രങ്ങളുടെ കോട്ടിങ്ങിന് ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക്. നോൺ സ്റ്റിക്ക് പാത്രങ്ങളുടെ കോട്ടിങ്ങിന് ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ടെഫ്ലോൺ. ടെഫ്ലോൺ ആണ് നോൺ സ്റ്റിക്ക് പാത്രങ്ങളുടെ കോട്ടിങ്ങിന് ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക്. പാറ്റ ഗുളികയായി ഉപയോഗിക്കുന്ന രാസവസ്തു. പാറ്റ ഗുളികയായി ഉപയോഗിക്കുന്ന രാസവസ്തു നാഫ്തലീൻ. നാഫ്തലീനാണ് പാറ്റ ഗുളികയായി ഉപയോഗിക്കുന്ന രാസവസ്തു. സ്വന്തമായി വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച് വിതരണം ചെയ്യുന്ന കേരളത്തിലെ ആദ്യത്തെ ഗ്രാമപഞ്ചായത്ത്. സ്വന്തമായി വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച് വിതരണം ചെയ്യുന്ന കേരളത്തിലെ ആദ്യത്തെ ഗ്രാമപഞ്ചായത്ത് മാങ്കുളം. ഇടുക്കി ജില്ലയിലെ മാങ്കുളമാണ് സ്വന്തമായി വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച് വിതരണം ചെയ്യുന്ന കേരളത്തിലെ ആദ്യത്തെ ഗ്രാമപഞ്ചായത്ത്. നാഷണൽ ജുഡീഷ്യൽ അക്കാദമിയുടെ സ്ഥാപക ഡയറക്ടറായ മലയാളി. നാഷണൽ ജുഡീഷ്യൽ അക്കാദമിയുടെ സ്ഥാപക ഡയറക്ടറായ മലയാളി NR മാധവമേനോൻ. NR മാധവമേനോനാണ് നാഷണൽ ജുഡീഷ്യൽ അക്കാദമിയുടെ സ്ഥാപക ഡയറക്ടറായ മലയാളി. ഏത് കലാരൂപമാണ് പിൽക്കാലത്ത് കഥകളിയായി രൂപപ്പെട്ടത്? ഏത് കലാരൂപമാണ് പിൽക്കാലത്ത് കഥകളിയായി രൂപപ്പെട്ടത്? രാമനാട്ടം. രാമനാട്ടമാണ് പിൽക്കാലത്ത് കഥകളിയായി രൂപപ്പെട്ടത്. കേരള സാഹിത്യ അക്കാദമിയുടെ ആദ്യ സെക്രട്ടറി. കേരള സാഹിത്യ അക്കാദമിയുടെ ആദ്യ സെക്രട്ടറി പാല നാരായണൻ നായർ. പാല നാരായണൻ നായരാണ് കേരള സാഹിത്യ അക്കാദമിയുടെ ആദ്യ സെക്രട്ടറി. കേരളത്തിലെ ആദ്യത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ. കേരളത്തിലെ ആദ്യത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ പാലാട്ട് മോഹൻദാസ്. പാലാട്ട് മോഹൻദാസ് ആണ് കേരളത്തിലെ ആദ്യത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ. ജീവിതത്തിൻ്റെ അരങ്ങ് ആരുടെ ആത്മകഥയാണ്? ജീവിതത്തിൻ്റെ അരങ്ങ് ആരുടെ ആത്മകഥയാണ്? നിലമ്പൂർ ആയിഷ. നിലമ്പൂർ ആയിഷയുടെ ആത്മകഥയുടെ പേരാണ് ജീവിതത്തിൻ്റെ അരങ്ങ്. സമത്വവാദി എന്ന നാടകം രചിച്ചത്. സമത്വവാദി എന്ന നാടകം രചിച്ചത് പുളിമാന പരമേശ്വരൻ പിള്ള. പുളിമാന പരമേശ്വരൻ പിള്ളയാണ് സമത്വവാദി എന്ന നാടകം രചിച്ചത്. മലയാളത്തിൽ ആദ്യത്തെ ബോധധാര നോവലായ സ്വർഗദൂതൻ രചിച്ചത്. മലയാളത്തിൽ ആദ്യത്തെ ബോധധാര നോവലായ സ്വർഗദൂതൻ രചിച്ചത് പോഞ്ഞിക്കര റാഫി. പോഞ്ഞിക്കര റാഫിയാണ് മലയാളത്തിൽ ആദ്യത്തെ ബോധധാര നോവലായ സ്വർഗദൂതൻ രചിച്ചത്. സുഗുണവർദ്ധിനി എന്ന സംഘടന രൂപീകരിച്ചത്. സുഗുണവർദ്ധിനി എന്ന സംഘടന രൂപവത്കരിച്ചത് അയ്യത്താൻ ഗോപാലൻ. അയ്യത്താൻ ഗോപാലനാണ് സുഗുണവർദ്ധിനി എന്ന സംഘടന രൂപവത്കരിച്ചത്. സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായി റെയിൽവേ ബജറ്റ് അവതരിപ്പിച്ചത് ആരായിരുന്നു? സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായി റെയിൽവേ ബജറ്റ് അവതരിപ്പിച്ചത് ആരായിരുന്നു? ജോൺ മത്തായി. ജോൺ മത്തായിയാണ് സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായി റെയിൽവേ ബജറ്റ് അവതരിപ്പിച്ചത്. ഇന്ത്യയിൽ റെയിൽവേ പാത വഴി ബന്ധിപ്പിച്ചിട്ടില്ലാത്ത ഒരേയൊരു സംസ്ഥാനം ഏതാണ്? ഇന്ത്യയിൽ റെയിൽവേ പാത വഴി ബന്ധിപ്പിച്ചിട്ടില്ലാത്ത ഒരേയൊരു സംസ്ഥാനം സിക്കിം. സിക്കിമാണ് ഇന്ത്യയിൽ റെയിൽവേ പാത വഴി ബന്ധിപ്പിച്ചിട്ടില്ലാത്ത ഒരേയൊരു സംസ്ഥാനം. ആരുടെ രചനയാണ് അരനാഴിക നേരം? ആരുടെ രചനയാണ് അരനാഴിക നേരം? പാറപ്പുറത്ത്. പാറപ്പുറത്ത് എന്ന തൂലികനാമത്തിൽ അറിയപ്പെടുന്ന KE മത്തായിയാണ് അരനാഴിക നേരം രചിച്ചത്. ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ആദ്യത്തെ കൃത്രിമ ഹൃദയവാൽവ് ഏതാണ്? ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ആദ്യത്തെ കൃത്രിമ ഹൃദയവാൽവ് ചിത്ര. ചിത്ര ഹൃദയവാൽവാണ് ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ആദ്യത്തെ കൃത്രിമ ഹൃദയവാൽവ്. തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെൻറ്റർ സ്ഥാപിതമായ വർഷം. തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെൻറ്റർ സ്ഥാപിതമായ വർഷം
1981. 1981 തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെൻറ്റർ സ്ഥാപിതമായത്. ക്യാൻസർ രോഗികളെ പരിചരിക്കുന്നതിനായി എല്ലാ ജില്ലകളിലും ക്യാൻസർ ചികിത്സാ കേന്ദ്രങ്ങൾ ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? ക്യാൻസർ രോഗികളെ പരിചരിക്കുന്നതിനായി എല്ലാ ജില്ലകളിലും ക്യാൻസർ ചികിത്സാ കേന്ദ്രങ്ങൾ ആരംഭിച്ചത് കേരളമാണ്. മൊബൈൽ ഫോണിൽ ഉപയോഗിക്കുന്ന ബാറ്ററി ലിഥിയം അയൺ ബാറ്ററി. ലിഥിയം അയൺ ബാറ്ററിയാണ് മൊബൈൽ ഫോണുകളിൽ ഉപയോഗിക്കുന്നത്. സിഗരറ്റ് ലാമ്പുകളിൽ ഉപയോഗിക്കുന്ന വാതകം ബ്യൂട്ടൈനാണ് സിഗരറ്റ് ലാമ്പുകളിൽ ഉപയോഗിക്കുന്ന വാതകം. പെട്രോളിൻ്റെ ഗുണം പ്രസ്താവിക്കുന്ന യൂണിറ്റ് ഒക്ടേൻ നമ്പറാണ് പെട്രോളിൻ്റെ ഗുണം പ്രസ്താവിക്കുന്ന യൂണിറ്റ്. സിമൻ്റ് ആദ്യമായി നിർമ്മിച്ചത് ആര്? ജോസഫ് ആസ്പിഡിനാണ് സിമൻ്റ് ആദ്യമായി നിർമ്മിച്ചത്. മുറിവുകളും സിറിഞ്ചുകളും അണുവിമുക്തമാക്കാൻ ഉപയോഗിക്കുന്ന ആൽക്കഹോൾ എഥനോളാണ് മുറിവുകളും സിറിഞ്ചുകളും അണുവിമുക്തമാക്കാൻ ഉപയോഗിക്കുന്ന ആൽക്കഹോൾ. 2021 മുതൽ വധശിക്ഷ നിരോധിച്ച ഏഷ്യൻ രാജ്യം കസാക്കിസ്ഥാനാണ് 2021 മുതൽ വധശിക്ഷ നിരോധിച്ച ഏഷ്യൻ രാജ്യം. സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ആദ്യത്തെ വനിതാ ചെയർപേഴ്സൺ. സെയിലിൻ്റെ ആദ്യത്തെ വനിതാ ചെയർപേഴ്സൺ സോമ മൊണ്ടലാണ് സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ആദ്യത്തെ വനിതാ ചെയർപേഴ്സൺ. ഹീമോഗ്ലോബിനിൽ അടങ്ങിയിരിക്കുന്ന ലോഹം ഇരുമ്പാണ് ഹീമോഗ്ലോബിനിൽ അടങ്ങിയിരിക്കുന്ന ലോഹം. അമീബയുടെ ശ്വസനോപാധി ഏത്? കോശസ്തരമാണ്. മികച്ച കർഷക വനിതയ്ക്ക് സംസ്ഥാന സർക്കാർ നൽകി വരുന്ന പുരസ്കാരം കർഷക തിലകമാണ് മികച്ച കർഷക വനിതയ്ക്ക് സംസ്ഥാന സർക്കാർ നൽകി വരുന്ന പുരസ്കാരം. പ്രസിദ്ധമായ ചിലന്തി അമ്പലം സ്ഥിതി ചെയ്യുന്നത് കൊടുമൺ. പത്തനംതിട്ടയിലെ കൊടുമണിലാണ് പ്രസിദ്ധമായ ചിലന്തി അമ്പലം സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയുടെ ആദ്യത്തെ തപാൽ സ്റ്റാമ്പായ സിൻഡേ ഡോക്ക് പുറത്തിറങ്ങിയത് ഏത് വർഷമാണ്? 1852. 1852 ഇന്ത്യയുടെ ആദ്യത്തെ തപാൽ സ്റ്റാമ്പായ സിൻഡേ ഡോക്ക് പുറത്തിറങ്ങിയത്. തപാൽ സ്റ്റാമ്പിൽ ഇടം കണ്ടെത്തിയ ആദ്യത്തെ ഇന്ത്യൻ വനിത ആരാണ്? മീരാബായിയാണ് തപാൽ സ്റ്റാമ്പിൽ ഇടം കണ്ടെത്തിയ ആദ്യത്തെ ഇന്ത്യൻ വനിത. ഇന്ത്യക്ക് ശേഷം മഹാത്മാഗാന്ധിയുടെ ചിത്രം പ്രത്യക്ഷപ്പെട്ടത് ഏത് രാജ്യത്തിൻ്റെ സ്റ്റാമ്പിലാണ്? യുണൈറ്റഡ് സ്റ്റേറ്റ്സിൻ്റെ സ്റ്റാമ്പിലാണ് ഇന്ത്യക്ക് ശേഷം മഹാത്മാഗാന്ധിയുടെ ചിത്രം പ്രത്യക്ഷപ്പെട്ടത്. ഹരിതഗൃഹ പ്രഭാവം അനുഭവപ്പെടുന്നത് അന്തരീക്ഷത്തിൻ്റെ ഏത് പാളിയിലാണ്? ട്രോപ്പോസ്ഫിയർ. ഹരിതഗൃഹ പ്രഭാവം അനുഭവപ്പെടുന്നത് അന്തരീക്ഷത്തിലെ ട്രോപ്പോസ്ഫിയറിലാണ്. മരങ്ങളെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ആരംഭിച്ച പ്രസ്ഥാനമാണ് ചിപ്കോ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? കെട്ടിപ്പിടിക്കുക. മരങ്ങളെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ആരംഭിച്ച പ്രസ്ഥാനമാണ് ചിപ്കോ എന്ന വാക്കിൻ്റെ അർത്ഥം കെട്ടിപ്പിടിക്കുക എന്നാണ്. മസ്തിഷ്കത്തിൻ്റെ വെളുത്ത നിറമുള്ള ഉൾഭാഗം മെഡുല്ലയാണ് മസ്തിഷ്കത്തിൻ്റെ വെളുത്ത നിറമുള്ള ഉൾഭാഗം. തൊട്ടടുത്ത ന്യൂറോണിൽ നിന്ന് സന്ദേശങ്ങൾ സ്വീകരിക്കുന്ന ഭാഗം ഡെൻഡ്രൈറ്റ് ആണ് തൊട്ടടുത്ത ന്യൂറോണിൽ നിന്ന് സന്ദേശങ്ങൾ സ്വീകരിക്കുന്ന ഭാഗം. കേരളത്തിലെ ആദ്യത്തെ സാമൂഹിക പ്രക്ഷോഭം എന്നറിയപ്പെടുന്നത് ചാന്നാർ ലഹളയാണ് കേരളത്തിലെ ആദ്യത്തെ സാമൂഹിക പ്രക്ഷോഭം എന്നറിയപ്പെടുന്നത്. കേരളീയ നവോത്ഥാനത്തിൻ്റെ വഴികാട്ടി എന്നറിയപ്പെടുന്നത് വൈകുണ്ഠസ്വാമികളാണ് കേരളീയ നവോത്ഥാനത്തിൻ്റെ വഴികാട്ടി എന്നറിയപ്പെടുന്നത്. ബന്നാർഘട്ട നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം കർണാടക.
കർണാടകയിലാണ് ബന്നാർഘട്ട നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. ബോംബെ ക്രോണിക്കിൾ പത്രത്തിൻ്റെ സ്ഥാപകൻ. ബോംബെ ക്രോണിക്കിൾ പത്രത്തിൻ്റെ സ്ഥാപകൻ ഫിറോസ് ഷാ മേത്ത. ഫിറോസ് ഷാ മേത്തയാണ് ബോംബെ ക്രോണിക്കിൾ പത്രത്തിൻ്റെ സ്ഥാപകൻ. ഇന്ത്യയിൽ മികച്ച പാർലമെന്റേറിയനുള്ള അവാർഡ് നൽകുന്നത് ഏത് നേതാവിൻ്റെ പേരിലാണ്? ഇന്ത്യയിൽ മികച്ച പാർലമെന്റേറിയനുള്ള അവാർഡ് നൽകുന്നത് ഏത് നേതാവിൻ്റെ പേരിലാണ്? GB പന്ത്. GB പന്തിൻ്റെ പേരിലാണ് ഇന്ത്യയിൽ മികച്ച പാർലമെന്റേറിയനുള്ള അവാർഡ് നൽകി വരുന്നത്. നെഹ്റുവിന് ശേഷം ആക്ടിംഗ് പ്രധാനമന്ത്രി പദം വഹിച്ചത് ആര്? നെഹ്റുവിന് ശേഷം ആക്ടിംഗ് പ്രധാനമന്ത്രി പദം വഹിച്ചത് ആരാണ്? ഗുൽസരിലാൽ നന്ദ. ഗുൽസരിലാൽ നന്ദയാണ് നെഹ്റുവിന് ശേഷം ആക്ടിംഗ് പ്രധാനമന്ത്രി പദം വഹിച്ചത്. ഇന്ത്യയിൽ ഏറ്റവും അധികം മാലിന്യം പുറന്തള്ളുന്ന സംസ്ഥാനം. ഇന്ത്യയിൽ ഏറ്റവും അധികം മാലിന്യം പുറന്തള്ളുന്ന സംസ്ഥാനം മഹാരാഷ്ട്ര. മഹാരാഷ്ട്രയാണ് ഇന്ത്യയിൽ ഏറ്റവും അധികം മാലിന്യം പുറന്തള്ളുന്ന സംസ്ഥാനം. ഇന്ത്യയുടെ ആണവ പരീക്ഷണ കേന്ദ്രമായ പൊഖ്രാൻ സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയുടെ ആണവ പരീക്ഷണ കേന്ദ്രമായ പൊഖ്രാൻ സ്ഥിതി ചെയ്യുന്നത് താർ മരുഭൂമി. താർ മരുഭൂമിയിലാണ് ഇന്ത്യയുടെ ആണവ പരീക്ഷണ കേന്ദ്രമായ പൊഖ്രാൻ സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയുടെ ഉരുക്ക് നഗരം എന്നറിയപ്പെടുന്ന ജംഷഡ്പൂരിനെ ചുറ്റിയൊഴുകുന്ന നദി. ഇന്ത്യയുടെ ഉരുക്ക് നഗരം എന്നറിയപ്പെടുന്ന ജംഷഡ്പൂരിനെ ചുറ്റിയൊഴുകുന്ന നദിയുടെ പേര് സുബർണരേഖ. സുബർണരേഖ എന്ന നദിയാണ് ഇന്ത്യയുടെ ഉരുക്ക് നഗരം എന്നറിയപ്പെടുന്ന ജംഷഡ്പൂരിനെ ചുറ്റിയൊഴുകുന്ന നദി. ഇന്ത്യയുടെ ദേശീയ മുദ്രയായ സിംഹമുദ്ര ഉൾപ്പെട്ട അശോകസ്തംഭം സ്ഥിതി ചെയ്യുന്ന സ്ഥലം. ഇന്ത്യയുടെ ദേശീയ മുദ്രയായ സിംഹമുദ്ര ഉൾപ്പെട്ട അശോകസ്തംഭം സ്ഥിതി ചെയ്യുന്ന സ്ഥലം സാരാനാഥ്. സാരാനാഥിലാണ് ഇന്ത്യയുടെ ദേശീയ മുദ്രയായ സിംഹമുദ്ര ഉൾപ്പെട്ട അശോകസ്തംഭം സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യ ഗേറ്റിൻ്റെ പഴയ പേര്. ഇന്ത്യ ഗേറ്റിൻ്റെ പഴയ പേര് ഓൾ ഇന്ത്യ വാർ മെമ്മോറിയൽ. ഓൾ ഇന്ത്യ വാർ മെമ്മോറിയൽ എന്നാണ് ഇന്ത്യ ഗേറ്റിൻ്റെ പഴയ പേര്. ഇത്രയുമാണ് ചോദ്യങ്ങൾ. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.